അന്വേഷണം NIA-ക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അനീഷ് ചെറുവള്ളി ചേരുന്നു. അനീഷ്, പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം NIA-ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയാണ് ഉത്തരവ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അഞ്ജലി, ചൊവ്വാഴ്ചയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 25 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെ തന്നെ ഈ ഭീകരാക്രമണം അന്വേഷിക്കാനായി NIA ചുമതലപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ NIA സംഘം ഇതിന്റെ പ്രാഥമിക അന്വേഷണം എല്ലാം നടത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ NIA-യുടെ ഒരു പ്രത്യേക സംഘം ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു. അവർ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിക്കുകയും പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ NIA-ക്ക് അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മറ്റു ചില ജോലികളിലേക്ക് ഉടൻ തന്നെ ഇപ്പോൾ NIA കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും NIA നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് ജമ്മു കാശ്മീർ പോലീസാണ്. ഉടൻ തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട രേഖകളെല്ലാം NIA ഏറ്റെടുക്കും. NIA-ക്ക് ജമ്മു കാശ്മീർ പോലീസ് കൈമാറും. അതിന് പിന്നാലെ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഞ്ജലി, ശരി അനീഷ്, വ്യക്തമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം NIA-ക്ക് കൈമാറിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്നും അനീഷ് ചെറുവള്ളിയാണ്.